അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ തക്കാളി നമ്മൾ കൂടുതൽ വാങ്ങി വെക്കുന്ന സമയത്ത് അത് ഫ്രിഡ്ജിലൊന്നും വെക്കാതെ പുറത്ത് തന്നെ സൂക്ഷിച്ചെടുത്ത് വെക്കുന്ന ഒരു 3 ടിപ്പാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. കണ്ടു നോക്കൂ, എല്ലാവർക്കും ഉപകാരപ്പെടും. തക്കാളി വില കുറവുള്ള സമയത്തായിരിക്കുമല്ലോ നമ്മൾ ഒരുപാട് വാങ്ങി വെക്കാറ്. അപ്പോഴത് ഫ്രിഡ്ജിൽ ചിലപ്പോൾ നമുക്ക് ഫുള്ള് കൊള്ളണമെന്നൊന്നുമില്ല, പക്ഷേ നമുക്കിത് എത്ര വേണമെങ്കിലും പുറത്ത് വെക്കാം. അപ്പോഴും നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിക്ക് ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ അഭിപ്രായം അറിയിക്കാനൊന്നും മറക്കല്ലേ. അപ്പോൾ തക്കാളിയൊക്കെ വില കുറവിൽ മാർക്കറ്റിലോ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുകയാണെങ്കിൽ കുറച്ചധികം വാങ്ങി വെച്ചോളൂ. പക്ഷേ അത് ചീത്താവുന്നുള്ള പേടിയൊന്നും വേണ്ട കേട്ടോ. അത് പഴുത്തതാണെങ്കിലും വേണ്ടിയില്ല, കുറച്ച് പച്ചയാണെങ്കിലും വേണ്ടിയില്ല. അത് നമുക്ക് ഫ്രിഡ്ജില്ലാതെ തന്നെ നമുക്ക് മാസങ്ങളോളം പുറത്ത് വെക്കുന്ന രീതിയാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ വില കുറവിൽ കുറച്ച് തക്കാളി കിട്ടിയപ്പോൾ ഒരു 5-6 കിലോ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് പഴുത്തതുണ്ട് പച്ചയായിട്ടുള്ളതുണ്ട്. അപ്പോൾ ഇവിടെ ഫസ്റ്റത്തെ ടിപ്പ് പറഞ്ഞു തരുന്നത്, ഓയിൽ വീട്ടിൽ എല്ലാവരുടെ കയ്യിലും ഉണ്ടാകില്ല. അപ്പോൾ ഓയിൽ എടുക്കുക. അതുപോലെ തക്കാളിൻ്റെ അത് ഞട്ടൊന്ന് മാറ്റി കഴിഞ്ഞതിന് ശേഷം ടിഷ്യൂവിൽ കുറച്ച് ഓയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതേപോലെ ആ ഞട്ട് പോക്കിയ ഭാഗത്ത് ശരിക്കും ഇങ്ങനെ ഒന്ന് തുടച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഏത് പാത്രത്തിലാണോ നമ്മൾ എടുത്ത് വെക്കുന്നത് അതിലിങ്ങനെ കമിഴ്ത്തിയിട്ട് വെക്കുക. അതാണ്ട് ഈ ഒരു രീതിക്ക്. സാധാരണ തക്കാളിയൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മളപ്പം തന്നെ കഴുകി വൃത്തിയാക്കി ഒന്ന് തുടച്ച് കഴിഞ്ഞതിന് ശേഷമായിരിക്കുമല്ലോ ഫ്രിഡ്ജിലോട്ടേക്ക് എടുത്ത് വെക്കാറ്. പക്ഷേ പുറത്തെടുത്ത് വെക്കുന്ന സമയത്ത് കഴുകരുത് കേട്ടോ. അങ്ങനെ തന്നെ അതിൻ്റെ ഞട്ട് പോക്കുക. എന്നിട്ട് ഓയിലുകൊണ്ടൊന്ന് തുടച്ച് കൊടുക്കുക. എന്നിട്ട് അങ്ങനെ എടുത്ത് വെച്ചാൽ മതി. അടച്ച് വെച്ചിട്ട് എടുത്ത് വെക്കരുതേ. തുറന്ന് ഒരു രീതിയിൽ വേണം, അതായത് എയർ കിടക്കുന്ന രീതിയിലായിരിക്കണം അത് നമ്മളൊന്ന് എടുത്ത് വെക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു ടിപ്പ് ഇഷ്ടപ്പെട്ടല്ലോ. ഇനി നമുക്ക് അടുത്ത ഒരു ടിപ്പിലോട്ടേക്ക് പോകാം. ഫസ്റ്റത്തത് എടുത്ത് വെച്ചത് പച്ച തക്കാളിയായിരുന്നു കേട്ടോ. ഇനി എടുത്ത് വെക്കാൻ പോകുന്നത് നല്ല പഴുത്ത തക്കാളിയാണ്. വീട്ടിൽ ഉരുളി കയ്യിലുണ്ടെങ്കിൽ ഉരുളിയിലോട്ടേക്ക് എടുത്ത് വെക്കാൻ മറക്കരുത് കേട്ടോ. ഇനി ഉരുളി ഇല്ലെങ്കിലും കുഴപ്പമില്ല, മൺകലം എല്ലാവരുടെ വീട്ടിലുണ്ടാകുമല്ലോ, മൺകലത്തിലോട്ടേക്ക് ഇട്ട് വെച്ചോളൂ. അതുപോലെ ഞെട്ടൊന്നും പോക്കരുത് കേട്ടോ. ഞെട്ടോട് കൂടിയിട്ട് വേണം ഇങ്ങനെ കമിഴ്ത്തി വെക്കണം. അതാണ്ട് ഞാൻ വെക്കുന്ന ആ ഒരു രീതിക്ക് തന്നെ വെക്കുക. അപ്പോൾ മൺകലൊക്കെ എല്ലാവരുടെ കയ്യിൽ വലുതായിരിക്കും, അപ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റിക്ക് അങ്ങനെ അതിലേക്ക് ഇട്ട് വെക്കാം. ഉരുളി എന്നൊക്കെ പറയുന്നത് അത്രയല്ലേ ഉള്ളൂ, വലിപ്പം വരുള്ളൂ. അപ്പോഴതിനനുസരിച്ചിട്ട് നമ്മൾ ഇതിലോട്ടേക്കൊന്ന് ഇട്ട് കൊടുക്കുക. ഇനി അതിന് ശേഷം ഓയിൽ വീണ്ടും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 ടീസ്പൂൺ ഓയിൽ അങ്ങനെ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് മുങ്ങുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. ആ ഒരു ഞട്ട് കവർ ചെയ്യുന്ന രീതിക്ക് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഉരുളിക്കാണെങ്കിലും മൺകലത്തിനാണെങ്കിലും നല്ല തണുപ്പായിരിക്കും. വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് പിന്നെ അത് നല്ല തണുപ്പ് ഇതിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഓരോ ദിവസം കൂടുന്തോറും പിന്നെ വെള്ളത്തിന് നല്ല തണുപ്പായിട്ടാണ് വരിക. അപ്പോൾ ഇങ്ങനത്തെ തക്കാളിയോ ഇനിയിപ്പോൾ എന്ത് പച്ചക്കറി ആണെങ്കിലും ഒന്നും ചീത്താകുമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും കൂടുതൽ തക്കാളി വാങ്ങുന്ന സമയത്ത് ഈ രീതിക്കൊന്ന് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. അപ്പോൾ ഫ്രിഡ്ജിലോട്ടേക്ക് വെക്കാതെ തന്നെ അത് എത്ര വേണമെങ്കിലും നമുക്കത് പുറത്തെടുത്ത് വെക്കാൻ പറ്റും. ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം വെള്ളം മാറ്റാൻ വേണ്ടി മറക്കരുത്, അല്ല വെള്ളത്തിന് ചെറിയ സ്മെല്ല് വരും. പിന്നെ ഓയിൽ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, വെള്ളം മാത്രം പിന്നെ മാറ്റി കൊടുത്താൽ മതി. കാരണം ആ ഓയിൽ ആ തക്കാളിൻ്റെ മുകളിൽ അങ്ങനെ പറ്റി കിടക്കും കേട്ടോ. പിന്നെ നമ്മൾ കറിക്കൊക്കെ എടുക്കുമ്പോൾ ശരിക്കും കഴുകി വൃത്തിയാക്കിയിട്ട് അങ്ങനെ എടുത്താൽ മതി. അപ്പോൾ ഇനി ഇതാണ്ട് തക്കാളി വെച്ചിട്ട് അടുത്തൊരു റെസിപ്പിയാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. നല്ല പഴുത്ത തക്കാളി ഞാനിവിടെ 2 കിലോ എടുക്കുന്നുണ്ട്. അതൊന്ന് നമുക്ക് ആ ഞട്ടൊക്കെ ഒന്ന് പോക്കി ശരിക്കും ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. തക്കാളി കൂടുതൽ വാങ്ങുന്ന സമയത്ത് ഞാൻ എപ്പോഴും തയ്യാറാക്കുന്നതാണ് ഈ ഒരു അച്ചാർ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു അച്ചാർ നമുക്ക് പിന്നെ 2 ആഴ്ച വരെ പുറത്ത് വെക്കാൻ പറ്റും. കൂടുതൽ പുറത്ത് വെക്കണമെങ്കിൽ എന്തെങ്കിലും പ്രിസർവേറ്റീവ്സ് അങ്ങനെ ഷോപ്പിൽ വാങ്ങാൻ കിട്ടും. അത് 2 തുള്ളി അങ്ങനെ ഉറ്റിച്ചെടുത്താൽ മതി. അപ്പോഴത് വർഷങ്ങളോളം കിട്ടും. അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ അല്ലേ. 2 ആഴ്ച കഴിയുകയാണെങ്കിൽ നമുക്ക് എല്ലാവരുടെ വീട്ടിൽ ഫ്രിഡ്ജ് ഉണ്ടാവും. ഫ്രിഡ്ജിലോട്ടേക്ക് എടുത്ത് വെച്ചാൽ 5 മാസം 6 മാസം അങ്ങനെ ഇരിക്കും. അപ്പോൾ തക്കാളി ശരിക്കും കഴുകി വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം 1/2 പകുതി ആക്കിയിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്തിടുന്നത്. അങ്ങനെ കട്ട് ചെയ്തിട്ടാൽ മതി 1/2 പകുതിയായിട്ട്. അപ്പോഴതിൻ്റെ തൊലി നമുക്കിങ്ങനെ അടർത്തിയെടുക്കാൻ എളുപ്പമാവും വെന്ത് കഴിഞ്ഞതിന് ശേഷം. ഇനി നമുക്കിതിലേക്ക് എരിവിനനുസരിച്ചിട്ട് വറ്റൽമുളക് വേണം. കാശ്മീരിൻ്റെ മുളകാണ് ഞാനിവിടെ എടുത്തത്. അപ്പോൾ അതൊരു 12 എണ്ണം എടുത്തിട്ടുണ്ട്. 2 കിലോക്ക് 12 വറ്റൽമുളക് മതി. അതുപോലെ വെള്ളം വേണം അത് വേവിക്കാനായിട്ട്. 1 ഗ്ലാസ് വെള്ളം മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി പുളി വേണം. 2 കിലോ തക്കാളിക്ക് ഞാൻ എൻ്റെ ഒരു കൈപ്പിടി ആ രീതിക്കാണ് പുളി എടുത്തത്. കുരു ഇല്ലാത്ത പുളിയാണ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ കുരു പോക്കിയിട്ട് എടുത്താലും മതി. എന്നിട്ട് നമുക്ക് നേരെ അടച്ചു വെച്ച് അടുപ്പത്തേക്ക് വേവിക്കാൻ വേണ്ടി വെക്കാം. ആ ഒരു സമയം കൊണ്ട് 1 കുടോളം വെള്ളുള്ളി വേണം. അതിൻ്റെ തൊലിയും കൂടെ പോക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇതാണ്ട് തക്കാളി ഏകദേശം ഒന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ തൊലി നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ അടർത്തി മാറ്റാൻ പറ്റുക. തൊലിയോട് കൂടി എടുക്കരുത്. അതിൻ്റെ തൊലി മാറ്റാൻ വേണ്ടിയിട്ട്
മറക്കരുത്. അപ്പോൾ ഇതാണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ക്ലിപ്പ് വെച്ചിട്ട് ഇങ്ങനെ തൊടുമ്പോഴത്തേനും തന്നെ അങ്ങനെ അടർന്ന് കിട്ടും. ഇനി ഇതിനൊരു കളർ കിട്ടാനായിട്ട് നമുക്ക് ബീട്രൂട്ട് വേണം. ഇതിലേക്ക് പുറത്തുനിന്നൊക്കെ വാങ്ങുമ്പോൾ അവർ നല്ല കളറൊക്കെ ചേർക്കും, പ്രിസർവേറ്റീവ്സൊക്കെ ചേർക്കും. നമുക്ക് പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. നമ്മുടെ കുട്ടികൾക്കൊക്കെ കഴിക്കാനുള്ളതല്ലേ, പിന്നെ നമുക്കും കഴിക്കാനുള്ളതാണ്. അപ്പം കുറച്ച് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം ഇങ്ങനത്തെ അച്ചാറുണ്ടെങ്കിലേ നമ്മൾ ചോറ് തിന്ന ഒരു കണക്കും ഉണ്ടാവില്ല കേട്ടോ. അത്ര ടേസ്റ്റ് ആയിട്ടുള്ളൊരു അച്ചാറാണ്. ചോറിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട, ഈ ഒരു അച്ചാറും കൂട്ടി തിന്നുമ്പോൾ എന്ത് രസം അറിയോ. ഒരു പപ്പടം അങ്ങനെ എന്തെങ്കിലും മതി. അപ്പോൾ ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അതൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ബീട്രൂട്ട് എടുത്തത്. അത് അരിഞ്ഞിട്ട് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്ന് വെന്ത് കിട്ടട്ടെ. തക്കാളിൻ്റെ തൊലിയൊക്കെ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഞാൻ അടച്ച് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ്സ് അങ്ങനെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബീട്രൂട്ടൊക്കെ ശരിക്കും വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ ചൂടൊന്ന് തണയട്ടെ. ഇനി നമുക്കതൊന്ന് വറ്റിച്ചെടുക്കണ്ടേ. അതിനായിട്ട് ഒരു നല്ലൊരു കട്ടിയുള്ള പാത്രം അടുപ്പത്തേക്ക് വെച്ചെടുക്കാം. അതിലേക്ക് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത്യാവശ്യം ഓയിൽ ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്താലും മതി. ഓയിൽ ചൂടായതിന് ശേഷം വെള്ളുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്കൊരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകം, 1/4 ടീസ്പൂണ് കടുകും കൂടെ ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കാം. പിന്നെ ഓയിൽ ഇത്ര മതി കേട്ടോ, ഇതന്നെ ധാരാളമാണ്. എണ്ണ കയ്യിലുണ്ടെങ്കിൽ എണ്ണ എടുത്തോളൂ, നല്ല രസമായിരിക്കും എണ്ണ ഉണ്ടെങ്കിൽ. അപ്പോൾ ഈ വെള്ളുള്ളിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്ന് കഴിഞ്ഞതിന് ശേഷം ഞാൻ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു തക്കാളിയും ബീട്രൂട്ടും എല്ലാം കൂടെ അങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട, അല്ലാതെ തന്നെ അരച്ചെടുത്താൽ മതി. പിന്നെ അതുപോലെ ഈ ഒരു ഓയിലിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഫ്ലെയിം ലോ ആക്കാൻ വേണ്ടി മറക്കരുത്. നല്ല പൊട്ടിത്തെറിപ്പുണ്ടാകും, കൈയൊക്കെ പൊള്ളും. അപ്പോൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് അങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ 2 ട്രിപ്പാക്കിയിട്ടാണ് ഞാനിവിടെ അരച്ചെടുത്തത്. അപ്പോൾ അരച്ചെടുത്തപ്പോൾ നല്ല കളർ കണ്ടില്ലേ, ചുവപ്പ് കളറായിട്ട്. തക്കാളി മാത്രമാണെങ്കിൽ അത്ര ചുവപ്പൊന്നും കിട്ടൂല. അപ്പോഴതാണ് ബീട്രൂട്ട് ചേർത്തത്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പഞ്ചസാര വേണം കേട്ടോ. ഞാനിപ്പോഴും ഫസ്റ്റ് 1 ടീസ്പൂൺ അങ്ങനെയാണ് പഞ്ചസാര ഇട്ടത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഇടുന്നുണ്ട്. ഒരു 2 ടീസ്പൂൺ അല്ല ഒരു 3 ടീസ്പൂണായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ അതൊരു ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം എരിവും പുളിയൊക്കെ ആയിട്ടുള്ളൊരു സൂപ്പർ അച്ചാറാണ്. പക്ഷേ ഇതൊന്ന് വറ്റിച്ചെടുക്കാൻ കുറച്ച് സമയം എടുക്കും. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വറ്റിച്ചെടുക്കാൻ. ഹൈ ഫ്ലെയിമിലാകുമ്പോൾ ആ ഒരു പൊട്ടിത്തെറിപ്പാകുമ്പോഴേ നമ്മുടെ കൈയും പൊള്ളും, സൈഡൊക്കെ ഫുള്ള് വൃത്തികേടാവും. അപ്പോൾ നോക്കിയിട്ട് അങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. കൈ പൊള്ളാത്ത രീതിയിൽ വേണം ചെയ്യാൻ. ഉപ്പ് വീണ്ടും വേണ്ടിയിരുന്നു. അപ്പോൾ വീണ്ടും കുറച്ചുകൂടെ ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം 2 ടീസ്പൂണ് 3 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. ഉപ്പൊക്കെ പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതാണ്ട് ഒരു 10-20-30 മിനിറ്റ്സോളം എടുത്തിക്കണം കേട്ടോ അതൊന്ന് വറ്റിച്ചെടുക്കാൻ. കാരണം ലോ ഫ്ലെയിമിലല്ലേ. ഹൈ ഫ്ലെയിമിലാണെങ്കിൽ എൻ്റെ കൈയും പൊള്ളും, സൈഡ് മുഴുവൻ വൃത്തികേടായി പോവുകയും ചെയ്യും. അപ്പോൾ സമയം എടുത്ത് വറ്റിച്ചെടുത്തിട്ടുള്ള അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കായപ്പൊടി വേണ്ടവർക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ശർക്കര വേണ്ടവർക്കാണെങ്കിൽ ശർക്കരയും ചേർത്ത് കൊടുക്കാം. എനിക്ക് ശർക്കര അത്ര ഇഷ്ടം തോന്നിയിട്ടില്ല, കായപ്പൊടി വലിയ എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാനത് ചേർക്കാത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ചൂടൊക്കെ തണ്ണി കഴിഞ്ഞതിന് ശേഷം ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളിലോട്ടേക്ക് ഞാനിതൊന്ന് സെർവ് ചെയ്യുകയാണ്, ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു കണ്ടെയ്നർ ബോക്സിലോ ജാറിലോ ഒക്കെ ഇട്ട് വെച്ചിട്ട് അങ്ങനെ എടുത്ത് വെക്കാം. ഇതൊരു 2 ആഴ്ച പുറത്ത് നിൽക്കുകയോ ചീത്താകുമൊന്നുമില്ല. പിന്നെ വേണമെങ്കിൽ ഫ്രിഡ്ജിലോട്ടേക്ക് വെക്കുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഇതൊരു രക്ഷയില്ലാത്തൊരു അച്ചാർ തന്നെ കേട്ടോ. എന്ത് രസം അറിയോ. അപ്പം ഇങ്ങനത്തതൊന്നും പുറത്തുനിന്ന് വാങ്ങല്ലേ. പുറത്തുനിന്ന് വാങ്ങുമ്പോൾ ഒരുപാട് ആ ചുവപ്പ് കളർ കിട്ടാനായിട്ട് കളർ ചേർക്കും. പിന്നെ മാസങ്ങളോളം വർഷങ്ങളോളം ഇരിക്കാൻ വേണ്ടിയിട്ട് പ്രിസർവേറ്റീവ്സ് ഇല്ലാത്ത ഒരു അച്ചാർ പോലും ഇല്ല എന്നുള്ള എല്ലാവർക്കും അറിയാം. അതേപോലെ എണ്ണ ആണെങ്കിലും ഓയിലാണെങ്കിലും ഉണ്ടാക്കുന്ന ആൾക്കാർ ഒരുപാട് ഒഴിച്ചിട്ടായിരിക്കും തയ്യാറാക്കുക. നമ്മൾ വീട്ടിലാകുമ്പോൾ എല്ലാത്തിനും കുറച്ച് കൺട്രോൾ ചെയ്തിട്ടായിരിക്കുമല്ലോ, എരിവാണെങ്കിലും പുളിയാണെങ്കിലും ഒക്കെ ഒരു ലിമിറ്റായ രീതിയിലായിരിക്കുമല്ലോ നമ്മൾ അച്ചാറൊക്കെ തയ്യാറാക്കാറ്. അപ്പം നമ്മുടെ മനസ്സറിഞ്ഞിട്ട് നമുക്കിത് ധാരാളം കഴിക്കുകയും ചെയ്യാം. പിന്നെ ഒരു ചീത്ത എന്ന് പറയുന്നത് പുളിയാണ്. എന്നാലും കുഴപ്പമില്ല, പുളി ഇടയ്ക്കൊക്കെ നമുക്കിങ്ങനെ കഴിക്കാമല്ലോ അല്ലേ. കാരണം ഇതിലേക്ക് ഒരുപാട് വിനീഗർ ആകുമ്പോൾ അത്ര ഒരു രസമില്ല, പുളിയാകുമ്പോൾ നല്ല ടേസ്റ്റാണേ. അപ്പോൾ നമ്മൾ ആ തയ്യാറാക്കിയ പാത്രത്തിലേക്ക് ആ ചൂട് ചോറിട്ടിട്ട് കുഴച്ച് തിന്നപ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര രസം. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി മറക്കരുത്. ചോറിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട കേട്ടോ. അതിങ്ങനെ കുഴച്ച് തിന്നുമ്പോൾ ചോറ് ഇഷ്ടമില്ലാത്തവരും അത് കഴിച്ചു പോകും. കാരണം ചോറ് ഇഷ്ടമില്ലാത്ത ഞാനാണത്, അത് ഫുള്ളായിട്ട് കഴിച്ച ആളാണത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചോറ് ഇഷ്ടമില്ലെങ്കിലും ഈ ഒരു അച്ചാറുണ്ടെങ്കിൽ അതങ്ങനെ കഴിച്ചു പോകുന്നുള്ളത്. അപ്പോൾ ഇതാണ്ട് ചൂടൊക്കെ തണിഞ്ഞതിന് ശേഷം ഞാനിതൊരു ബോക്സിലാക്കിയിട്ട് എടുത്ത് വെക്കുകയാണേ.
അപ്പോൾ ഈ തക്കാളി കൂടുതൽ ഉണ്ടാകുന്ന സമയത്ത് നമുക്കിതെങ്ങനെ എടുത്ത് വെക്കണമെന്നും പിന്നെ കൂടെ അച്ചാർ എങ്ങനെ തയ്യാറാക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. കൂടെ ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ബൈ ബൈ. അസ്സലാമു അലൈക്കും.